വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് വന്നതും ഇത് ആരതിക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവൾ അമ്മയുടെ കൂടെ തന്നെ എഴുന്നേറ്റ് വരും കേട്ടോ. സ്ഥിരം അങ്ങനെ എഴുന്നേൽക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിച്ചും കൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാൻ നേരെ ഫ്രണ്ട് വശത്തെ വാതിൽ തുറന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പുറത്തേക്ക് വന്നതാണ് കേട്ടോ. മഴ പെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാനായിട്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ മഴ തന്നെയാണ് കേട്ടോ. വിടാത്ത മഴയാണ്. ഒരു കുട്ടി ഇതാ നേരത്തെ ട്യൂഷന് പോവുകയാണ് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ 6:30 കേട്ടോ സമയം. ഇന്ന് ഞാൻ എഴുന്നേൽക്കാനായിട്ട് കുറച്ച് വൈകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഇതാ വിനീത നേരത്തെ തന്നെ അവളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് പൂച്ചക്കുട്ടിക്ക് ഒരു സ്വഭാവ വ്യത്യാസമുണ്ട് കേട്ടോ. വീടിൻ്റെ ഉള്ളിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പിട്ട് വെക്കും കേട്ടോ ഇടയ്ക്കൊക്കെ. അപ്പോൾ നല്ല ദേഷ്യം വരും കേട്ടോ ഞങ്ങൾക്ക്. അങ്ങനെ ഞാൻ പല്ല് തേക്കാനായിട്ട് ഇങ്ങനെ ഗ്രില്ലൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുക. ആളവിടെ കാവൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഉള്ളിൽ കയറാനായിട്ട്. വിനീത വേഗം ഒരു ചൂലൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഓടിച്ചു വിട്ടു കേട്ടോ. ഇന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അവൾ കുറച്ച് പുട്ടൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് നനവ് കുറവാണ് കേട്ടോ. അത് ഈ ഒരു ടൈപ്പ് പുട്ടുപൊടികൾ അങ്ങനെ തന്നെയാണല്ലോ. പെരുകണ പുട്ടുപൊടികൾ നമ്മൾ നനച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് വീണ്ടും അപ്പം തന്നെ വെള്ളമില്ലാത്തൊരവസ്ഥയൊക്കെയാവും. വീണ്ടും നമ്മൾ കുറച്ചിങ്ങനെ നനച്ചു കൊടുത്തിട്ട് അങ്ങനെ കുതിർത്ത് അല്ലേ. അപ്പോൾ അങ്ങനെ വെള്ളം കുറവായി തോന്നിയപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് സെറ്റാക്കിയിട്ട് എടുത്തിട്ട് വീണ്ടും ചുടുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒക്കെ ആണെങ്കിൽ അത് വെക്കണ സമയത്ത് കറക്റ്റ് ആ സെൻറ്ററിലല്ലേ എന്നുള്ളൊരു സംശയം കൊണ്ട് ഞാൻ പിന്നെയും കുനിഞ്ഞ് നോക്കിയിട്ടാണ് കേട്ടോ വെക്കുക. ഇത് നമ്മൾ ആ കുക്കറിൻ്റെ ഉള്ളിലെ വെള്ളം നല്ല തിളച്ചിട്ടിരിക്കുമ്പോൾ നമ്മളിത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങോട്ട് പൊന്തി അങ്ങോട്ട് പോകും കേട്ടോ. ചൂട് ഓവറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് നല്ല സിമ്മാക്കി വെച്ചിട്ട് ഒരു പാകത്തിനുള്ള ചൂടിനാണ് കേട്ടോ നമ്മളിത് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വിനീത പറയുമായിരുന്നു ഞാൻ രാവിലെ ഉണ്ടാക്കിയ സമയത്ത് അങ്ങനെ ഉണ്ടായി എന്നുള്ളത് അവൾ പറയുമായിരുന്നു കേട്ടോ. എന്നിട്ട് മൊത്തത്തിൽ പൊടിയൊക്കെ അവിടെ 4 പുറം പോയി എന്നുള്ളത്. നമ്മുടെ മറ്റേ കുറ്റിയിൽ ചുടുമ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അവസ്ഥ. നനവ് കൂടുക അതല്ലെങ്കിൽ ഇങ്ങനെ നല്ല തീ കൂടുകയൊക്കെ ചെയ്താൽ തന്നെ മേലേക്ക് കൂട്ടോ ഇത്. അങ്ങനെ 1-2 വട്ടമൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരതി ഇത് അവിടെ ഇങ്ങനെ എഴുത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പുറത്ത് വന്നിരുന്ന് ചായയൊക്കെ കുടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ ഇന്നലെ വൈകുന്നേരം കൊണ്ടുവന്ന് വെച്ച കുപ്പിയാണ് കേട്ടോ. അത് ഉള്ളിലേക്ക് വെക്കാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് പുട്ടിലേക്ക് കുറച്ച് നാളികേരം കുറവായിരുന്നു. അപ്പോൾ അതൊക്കെ ചിരവി വെച്ചു. രാവിലെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങൾ. നല്ല മഴയാണെങ്കിൽ ഇപ്പോൾ സ്കൂളുകൾക്ക് അവധിയൊന്നും കിട്ടണില്ല കേട്ടോ. ഇന്ന് സ്കൂളിലെ ഒരു ദിവസം തന്നെയാണ് കേട്ടോ. ഒരു 8:30 കൂടിയിട്ട് ഇവരുടെ കുളിയും ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. ആദിക്കും ആർദ്രയ്ക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് വെള്ളവും അതുപോലെ തന്നെ പ്ലേറ്റ്, അവർക്ക് ഭക്ഷണം അവിടെ നിന്ന് കേട്ടോ അവർ കഴിക്കുക. അതുകൊണ്ട് തന്നെ പ്ലേറ്റും പിന്നെ ഇഷ്ടത്തിന് എന്തെങ്കിലും നമുക്ക് കൂട്ടി കഴിക്കാനായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആർദ്രയൊക്കെ വണ്ടി വന്നു അവർ പോയി കേട്ടോ. ഉണ്ണിയുടെ വണ്ടി ഈ റോഡ് വരെ വരുള്ളൂ കേട്ടോ. അപ്പോൾ അവളേനാക്കാനായിട്ട് ഞാൻ റോഡിലേക്ക് വന്നതാണ് കേട്ടോ. കുളിച്ചപാടെ പെട്ടെന്ന് ഓടിപ്പോന്നതാണ്. അപ്പോൾ അങ്ങനെ നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്. അങ്ങനെ അവൾ പോയിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഇതാ റേഷൻ കടയിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ മഴ അധികം ഇല്ലാത്ത സമയത്ത് ഏട്ടനെ വിളിച്ചിട്ട് അങ്ങനെ ഒന്ന് റേഷൻ കടയ്ക്ക് പോവുകയാണ്. ഇന്ന് ഏട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ, പണി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ റേഷൻ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു നേരെ തിരിച്ചു പോന്നു. ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ പല പല സൗണ്ടുകളും നമുക്ക് കേൾക്കുന്നുണ്ടാവില്ലേ. മയിൽ കരയുക, കാക്ക കരയുക, അതുപോലെ തന്നെ വീട്ടിലത്തെ കോഴികളുടെ കരച്ചിൽ, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ
ഏട്ടൻ ചോദിക്കുകയാണെങ്കിൽ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ വീഡിയോ എടുത്ത് വെക്കണമെന്ന്. അപ്പോൾ വെറുതെ ഒരു രസമല്ലേ, ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും എടുക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെക്കായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്ന ഉടനെ കുറേ തുണികൾ അവിടെ ഇവിടെയും പരന്ന് കിടക്കാണ് കേട്ടോ, കഴുകാനുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു ബക്കറ്റിലിട്ടിട്ട് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. മഴയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ധൃതി പിടിച്ച് തിരുമ്പിയിട്ടും ഉണങ്ങി കിട്ടണമെന്നില്ല. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ധൃതി പിടിച്ച് തിരുമ്പിയിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നീട് എല്ലായിടും ഒന്ന് അടിച്ചൊരു തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞത് സൗണ്ട് കൊടുക്കുമ്പോഴുള്ള കാര്യമല്ലേ, ഇപ്പം ഞാൻ ഈ സൗണ്ട് കൊടുക്കണത് തന്നെ സ്കൂൾ വിട്ടൊരു സമയത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പുറത്ത് കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ടപ്പോഴുള്ള കുട്ടികളുടെ ശബ്ദമുണ്ട്. പിന്നെ വീട്ടിൻ്റെ ഉള്ളിലിരിക്കുകയാണെങ്കിലും വീട്ടിലത്തെ കുട്ടികളുടെ ശബ്ദം, അങ്ങനെ മൊത്തത്തിൽ എന്തായാലും ശബ്ദമില്ലാതെ വോയിസ് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് നേരത്തെ അധികം ആരും ഇല്ലാത്ത സമയത്തൊക്കെ കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇന്ന് ഞാനത് കൊടുക്കാനായിട്ട് വൈകിയപ്പോഴാണ് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ ആകെ മൊത്തം ശബ്ദമായി പോയത്. അങ്ങനെ വന്ന ഉടനെ ഞാൻ പിന്നെ അടിച്ചൂരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. മഴയായതുകൊണ്ട് നല്ല നനവാണ് കേട്ടോ, എവിടെ ചവിട്ടിയാലും ഒരു നനവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തുടച്ചാലും ഉണങ്ങി കിട്ടാനായിട്ട് നല്ല പ്രയാസമാണ് കേട്ടോ. ഫാന് കുറേ സമയത്ത് വെച്ചാലാണ് ഉണങ്ങി കിട്ടുള്ളൂ. കാരണം മഴയുടെ ഈർപ്പുണ്ടല്ലോ നിലത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണങ്ങാൻ നല്ല പ്രയാസമാണ് മഴക്കാലത്ത്. എല്ലാ വീട്ടിലെ അവസ്ഥ തന്നെ ആയിരിക്കില്ലേ. അതുപോലെ തന്നെ പിന്നെ ടേബിളൊക്കെ ഒന്ന് വൃത്തിയാക്കി. മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. അതിനുശേഷം അടുക്കള ക്ലീൻ ചെയ്തു, പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ചോറും കറിയും വെച്ചതും ഭക്ഷണം കഴിച്ചതും അങ്ങനത്തെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ വൈകിട്ട് ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ചായക്കുള്ള വെള്ളമൊക്കെ അങ്ങനെ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ഒരു ഉണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉണ്ടാന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് ഉണ്ടാന്നുള്ളതല്ലേ. നേന്ത്രപ്പഴം, ഗോതമ്പ് പൊടി, തേങ്ങ, ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ഇതൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഉണ്ടയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഉണ്ട നിങ്ങൾ എൻ്റെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചായയുടെ വെള്ളം തിളച്ച് വന്നു. അപ്പം മധുരവും പൊടിയൊക്കെ ഇട്ട് അത് അങ്ങനെ അവിടെ അടച്ചു വെച്ചു. ഇനി ഉണ്ട ആവാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ, അപ്പോൾ അതുവരെ ചായ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് നമ്മുടെ നേന്ത്രപ്പഴം അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി പഴത്തിനൊന്ന് ചൂടാക്കിയിട്ട് വാട്ടിയിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നെയ്യോ എണ്ണയോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കി വാട്ടിയിട്ടെടുക്കുക. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് പിന്നെ നാളികേരം വേണം, പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര. ഇന്നിവിടെ ശർക്കര കഴിഞ്ഞുകൊണ്ട് ഞാൻ പഞ്ചസാരയാണ് കേട്ടോ എടുക്കുന്നത്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണതുകൊണ്ട് തന്നെ ശർക്കരയൊക്കെ പെട്ടെന്ന് കഴിയാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വിനീത വന്നിട്ട് എന്തൊക്കെയോ നുറുമ്പ് സാധനങ്ങളൊക്കെ കൊടുന്നിട്ട് മക്കളത് അതും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. അവൾ ചോളകം കൊടുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കയ്യോടുകൂടി വേവിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. നാളികേരം ഞാൻ അവിടെ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് പഞ്ചസാര ഇടാണ് കേട്ടോ. ഇനി പഴവും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. പിന്നെ നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ അടയൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലേക്കുള്ള വെള്ളം കയ്യിൽ വെച്ചിട്ട് പരത്തുമ്പോൾ അത്രയും വെള്ളം വേണ്ട കേട്ടോ. മറ്റേത് അടയ്ക്കൊക്കെ നമ്മൾ ഇലയിൽ പരത്തണോണ്ട് കുറച്ച് വെള്ളം കൂടിയാലും കുഴപ്പമില്ല. ഇത് അത്രയും വെള്ളം ആവശ്യമില്ല, കാരണം നമ്മൾ കയ്യിൽ വെച്ചിട്ടാണല്ലോ പരത്തണത്. അപ്പോൾ അതിൻ്റെ പാകത്തിനുള്ളൊരു വെള്ളം മതി. അങ്ങനെ ഞാനത് എല്ലാം കൂടിയിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു. എന്നിട്ട് ഗോതമ്പ് പൊടി എടുത്തു. അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും കേട്ടോ. ഞാൻ കൂടുതലായിട്ടും ഗോതമ്പ് പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്നും ഇങ്ങനെ കഴിക്കണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ആ ചോളത്തിൻ്റെ തോലൊക്കെ അവിടെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് അവിടെ ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം അവിടെ നിന്ന് മാറ്റിയിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ഒന്ന് അവിടെ നിന്ന് എടുത്ത് മാറ്റി. എന്നിട്ട് ഞാൻ ഗോതമ്പ് പൊടി എടുത്തു, അതിലേക്ക് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഞാൻ കൈയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ പല പ്രശ്നങ്ങളും ഇതിലുണ്ടായിരിക്കും. ആരൊക്കെയോ എന്തൊക്കെയോ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ കൈയൊക്കെ കഴുകിയതിന് ശേഷം ഞാൻ ആവശ്യമുള്ള വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് ഗോതമ്പ് പൊടി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കയ്യിൽ വെച്ച് പരത്തി അതിലേക്ക് ഈ സംഭവം ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ മടക്കിയിട്ട് അതൊരു ഉണ്ടര രൂപത്തിലാക്കി മാറ്റിയിട്ടോ. ഈ പഴവും പഞ്ചസാരയും അതൊന്നും പുറത്തു പോകാത്ത അതൊക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു ഉണ്ടയ്ക്ക് മാറ്റിയിട്ടോ. ഷേപ്പും ഭംഗിയൊന്നും നോക്കിയിട്ടില്ല. നമുക്ക് കഴിക്കാനാണല്ലോ, നമ്മളിപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വൃത്തിയോ കാര്യം അങ്ങനെയൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ചോളം വെന്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ മണമൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ ചോളം.
പിന്നെ വല്ലാണ്ട് മൂക്കാത്ത ചോളമാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് ചോളം കഴിക്കും കേട്ടോ, കുട്ടികളും ഞാനും ഒക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇതാ വീണ്ടും പൂച്ചക്കുട്ടി വന്നു കേട്ടോ, അതിനെ ഓടിച്ചു വിട്ടു. ഉണ്ടകൾ ഇതാ ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഉണ്ടയും കൂടി വെന്തിട്ട് ചോളവും ഉണ്ടയൊക്കെ ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ച് കാത്തിരുന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ടയും വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ആദ്യം ചോളം എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ചോളമൊക്കെ ഇതാ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് പിന്നെ വല്ലാണ്ട് മൂക്കാത്തതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ചൂടോട് കൂടിയിട്ട് അതൊക്കെ എടുത്തിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ. ഉണ്ടയുടെ ആവി പറഞ്ഞുണ്ടോ, അടിപൊളിയായിട്ടുണ്ടല്ലേ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ടും. കൂടുതലും മധുരം നാളികേരമൊക്കെ കൂടുതലിട്ട് കഴിഞ്ഞാൽ കൂടുതലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിന്. അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. ഒരു ഉണ്ട ഒരു ചോളം അങ്ങനെ വെച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചു. പിന്നീട് കുട്ടികൾ പഠിക്കുക, ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊന്നും ഞാൻ പിന്നെ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ ആയിട്ട്. എൻ്റെ മുന്നത്തെ വീഡിയോൻ്റെ ഒരു കമൻറ്റിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഡേ ഇൻ മൈ ലൈഫും ഡീപ്പ് ക്ലീനിങ്ങും ഒക്കെ ചെയ്യുമോ എന്നുള്ളത്. ആരാ കമൻറ്റ് ഇട്ട ആളെ എനിക്കറിയില്ല കേട്ടോ. അറിയില്ല എന്ന് പറയാൻ കാരണം എനിക്ക് കുറച്ച് കമൻറ്റൊക്കെ വരാറുള്ളൂ, അതും പരിചയമുള്ളവരാണ് കേട്ടോ ഇടാറ്. ഇത് പരിചയമില്ലാത്ത ഒരാളാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് എന്തായാലും ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും ഇന്നത്തെ ഒരു ഡേയും ഇങ്ങനെയൊക്കെയാണ് പോയത്. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാമെന്ന് ഞാൻ ഒരു വട്ടം പറഞ്ഞൂലേ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഗുഡ് നൈറ്റ്.